ബംഗ്ലാദേശിൽ 13ാം പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെ 299 സീറ്റുകളിൽ 200-ലധികവും നേടി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലേക്ക്. BNP പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നും സൂചന. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് ചൂടിൽ അട്ടിമറിക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിന് ശേഷം ബംഗ്ലാദേശിൽ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വെറും അധികാരമാറ്റമല്ല, അതൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന വഴിത്തിരിവാണ്. 13ാം പൊതു തെരഞ്ഞെടുപ്പിൽ 1.5 പതിറ്റാണ്ടിനു ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വീണ്ടും ശക്തമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 299-ൽ 2 സീറ്റുകളും നേടി കേവല ഭൂരിപക്ഷമായ 150-നെയും മറികടന്ന് അധികാരമുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളിയായ ജമാഅത്തെ ഇസ്ലാമി വെറും 70-ൽ കുറവ് സീറ്റുകളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. മതരാഷ്ട്രീയം മുന്നോട്ടുവെച്ച് മത്സരിച്ച ജമാഅത്തെയെ ബംഗ്ലാദേശ് ജനത പരിമിതപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ഭരണത്തെ തന്നെ അട്ടിമറിച്ചിരുന്നു. എന്നാൽ ജമാഅത്തിനൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിലിറങ്ങിയ വിദ്യാർത്ഥി സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ നിരോധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ ഇത് ജനാധിപത്യത്തിന്റെ അട്ടിമറിയെന്നാണ് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത്. വലിയ ഭൂരിപക്ഷം വരുന്ന അവാമി ലീഗ് അനുകൂലികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും ഇന്ത്യൻ അനുകൂല വോട്ടർമാർ ജമാഅത്തെ ഇസ്ലാമിയുടെ തോൽവിക്ക് വേണ്ടി BNPക്ക് വോട്ട് ചെയ്തതുമാണ് BNPയുടെ വൻ വിജയത്തിനുള്ള പ്രധാന കാരണം. BNPയുടെ അധികാരപ്രവേശം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ സൂക്ഷ്മമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നേരത്തെ ഇന്ത്യ-പാക് തർക്കങ്ങളിൽ ബീഗം ഖലീദേസിയുടെ നേതൃത്വത്തിൽ BNP പാകിസ്ഥാനൊപ്പമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധികാരമാറ്റം പ്രാദേശിക തന്ത്രങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്കും ഏറെ നിർണായകമാകും. ബംഗ്ലാദേശ് വീണ്ടും ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ അധ്യായം ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ വരകൾ വരയ്ക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.